ഹായ് ഓൾ വെൽക്കം ടു മീൻ പി എസ് സി ദ റൈറ്റ് ഗൈഡൻസ്. അപ്പം നമുക്കറിയാം നമ്മളുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് പോരാട്ടം സീരീസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാ തിങ്കളാഴ്ചയും അതുപോലെ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 11:30-ക്കാണ് നമ്മളുടെ ക്ലാസ് യൂട്യൂബിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് ക്ലാസ് ടൈമിംഗ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി മെൻഷൻ ചെയ്യാണ്, 11:30-ക്കാണ് മൺഡേ ആൻഡ് തേഴ്സ്ഡേ ആണ് നമുക്ക് ക്ലാസ് വരുന്നത്. നമ്മളുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോരാട്ടം സീരീസ് ആണ് ഇത്. നമ്മളുടെ 10ാമത്തെ ക്ലാസ് ആണ്. അങ്ങനെ നമ്മൾ 10 ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ മിൻറ്റ് പി എസ് സിയിൽ നിങ്ങൾക്ക് പോരാട്ടം സീരീസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ പോരാട്ടം സീരീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കണ്ടു നോക്കുക, നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പ് ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ എക്സാമിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടെലഗ്രാം ഗ്രൂപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് അതിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻസ് ആണ്. നമ്മളുടെ ഏതൊക്കെ വൈറ്റമിൻസ് ആണ് നമ്മൾ മെയിനായിട്ട് നമ്മളുടെ എല്ലാ പി എസ് സി എക്സാമിനും അവർ വിടാതെ ചോദിക്കുന്ന പി എസ് സി വിടാതെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് വൈറ്റമിൻസ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വൈറ്റമിൻസ് എന്ന്. എന്തായാലും ഒരു ക്വസ്റ്റ്യനും എന്തായാലും ഉറപ്പായിട്ടുണ്ടാകും. അപ്പോൾ ഇതിന് മുന്നേയുള്ള സീരീസിലാണെങ്കിൽ പോലും നമ്മൾ ഹൃദയം, അതുപോലെ രക്തം, പിന്നെ കണ്ണ്, ചെവി, എൻഡോക്രൈൻ ഗ്ലാൻസ് ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് എല്ലാം കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളുടെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈറ്റമിൻസ് ആണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്താണ് നമ്മളുടെ ഈ പറയുന്ന ശരീരത്തിൽ നമുക്ക് ആവശ്യമായ വൈറ്റമിൻ അല്ലെ. വൈറ്റമിൻ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായ ഒരു ഘടകമാണ്. നമ്മളുടെ ഇപ്പൊ ഈ പറഞ്ഞ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനാണെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്കൊരു എനർജി വേണം. എനർജി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, കാർബോഹൈഡ്രേറ്റ് വേണം, അതുപോലെ എന്താണ് നമ്മളുടെ വൈറ്റമിൻസ് വേണം, പ്രോട്ടീൻ വേണം അല്ലെ. അപ്പൊ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൂടി വരുന്നതാണ് നമ്മളുടെ എനർജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ഘടകം കുറഞ്ഞു എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്, നമ്മൾ അതിൽ നിന്ന് ഡെഫിഷ്യന്റ്, അതായത് അതിൽ ഒരു കുറവ് മൂലമാണ് നമുക്ക് ഇന്ന അസുഖം ഉള്ളത്. ചില പറയില്ലേ നമുക്ക് എന്താണ് ഇന്ന വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇന്ന അസുഖം വരുന്നത് എന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങളും എന്ത് വരുന്നുണ്ട്, വൈറ്റമിൻസിന്റെ കുറവ് മൂലവും നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പ്രോട്ടീൻസും അതുപോലെ കാർബോഹൈഡ്രേറ്റ്സും വൈറ്റമിൻസും അല്ലേ, നമ്മളുടെ എന്താണ് ജീവകങ്ങൾ, ഇതെല്ലാമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി തരുന്നത്. ഒരു മനുഷ്യരത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് പറയുന്നത് ജീവകമെന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞതും, അതായത് ഇതിനെക്കുറിച്ചൊരു ഒരു ടേം അല്ലെ, ഈ വൈറ്റമിൻ എന്നൊരു ടേമിനെ കുറിച്ച് പറഞ്ഞത് കാസ്മർ ഫങ്ക് ആണ് ഇതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ കാസ്മർ ഫങ്ക് ആണ് ഈ നമ്മളെ വൈറ്റമിൻസിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് വരുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റും ഇതൊരു കോ എൻസൈം ആണ്. വൈറ്റമിൻ എന്ന് പറയുന്നത് ഒരു കോ എൻസൈം ആണ് അല്ലെ. നമുക്കറിയുന്ന കാര്യമാണ് എൻസൈംസ് ഉണ്ട്, നമുക്ക് ഒരുപാട് തന്നെ നമ്മുടെ ശരീരത്തിൽ എന്താണ് എൻസൈമുകൾ ഉണ്ട്. ആ എൻസൈംസിനൊക്കെ പലതരത്തിലുള്ള എന്താണ് ഫങ്ഷൻസ് ആണ്. അതുപോലെ തന്നെ ഒരു കോ എൻസൈം കൂടിയാണ് നമ്മളുടെ എന്ന് പറയുന്നത് നമ്മളുടെ വൈറ്റമിൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് നമ്മളുടെ ഈ പറയുന്ന വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ, വൈറ്റമിൻ എന്ന് പറയുന്നതിനെ കുറിച്ച് ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ആരാണ്, നമ്മളുടെ കാസ്മർ ഫങ്ക് ആണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഇതെന്താണ്, ഇതൊരു കോ എൻസൈം ആണ്. ഓക്കെ, എന്താണ് കോ എൻസൈം ആണ് എന്ന് പറയുന്നത് നമ്മളുടെ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പെല്ലിംഗ് തെറ്റായിപ്പോ കേട്ടോ, ENZYME എൻസൈം. ഓക്കെ, എന്താണ് കാസ്മർ ഫങ്ക് ആണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അതുപോലെ എന്താണ് ഒരു കോ എൻസൈം ആണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഇനി പലതരത്തിലുള്ള വൈറ്റമിൻസ് ഉണ്ട്. നമുക്ക് ഏതൊക്കെയാണ്, വൈറ്റമിൻ എ ഉണ്ട്, ബി ഉണ്ട്. ബി തന്നെ നമുക്ക് ഒരുപാട് ഡിവിഷൻസ് വരുന്നുണ്ട് അല്ലേ. അതുപോലെ നമുക്ക് ഏതാ വരുന്നത്, നമുക്ക് സി വരുന്നുണ്ട്, അതുപോലെ ഡി വരുന്നുണ്ട്, പിന്നെ നമുക്ക് എന്താണ് ഇ വരുന്നുണ്ട്, കെ വരുന്നുണ്ട്. ഈ പറയുന്ന ഇത്രയും നമ്മളുടെ വൈറ്റമിൻ ആണ് നമ്മളുടെ എന്ത് തരുന്നത്, നമുക്ക് ഈ പറയുന്ന
ചില വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മളുടെ ചേഞ്ചസ് അല്ലേ. ചിലർക്ക് ഭയങ്കര മുടി കൊഴിച്ചിലായിരിക്കും. അതൊക്കെ എന്താണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലവും നമുക്ക് വരുന്ന ഒരു അസുഖമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ വൈറ്റമിൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. കാസ്മിർ ഫംഗ് ആണ്, അതുപോലെ ഒരു കോ എൻസൈം ആണ് നമ്മളുടെ വൈറ്റമിൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ്, വൈറ്റമിൻ എനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുന്നേ നമ്മളുടെ എന്താണ് വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നെന്താണ് കൊഴുപ്പിൽ ലയിക്കുന്നത്, അതുപോലെ എന്താണ് ഒന്നെന്താണ് നമ്മളുടെ വെള്ളത്തിൽ അല്ലെ, നമ്മളുടെ വെള്ളത്തിൽ വാട്ടർ സോലുബിൾ ആയിട്ടുള്ള നമ്മളുടെ വൈറ്റമിൻ ഉണ്ട്. അതുപോലെ എന്താണ് നമ്മുടെ കൊഴുപ്പിൽ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിനും നമുക്ക് വരുന്നുണ്ട്. അതിൽ ഫാറ്റ് സോലുബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് വരുന്നത്, വൈറ്റമിൻ എ, അതുപോലെ വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. ഈ 4 എണ്ണമാണ് നമ്മളുടെ എന്ന് പറയുന്നത് നമ്മളുടെ വൈറ്റമിൻസ്. ഏതിലാണ് നമുക്ക് സോലുബിൾ ആയിട്ട് വരുന്നത്, നമ്മളുടെ കൊഴുപ്പിൽ അലിഞ്ഞു പോകുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്ക് എന്താണ് ഒരുപാട് കൊഴുപ്പുണ്ട് അല്ലെ. ആ കൊഴുപ്പിൽ തന്നെ അത് അലിഞ്ഞു പോകുന്ന വൈറ്റമിൻസ് ആണ് എന്ന് പറയുന്നത് വൈറ്റമിൻ എയും ഡിയും അതുപോലെ ഇയും കെയും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന വൈറ്റമിൻ ആണ് എന്ന് പറയുന്നത് ബിയും സിയും എന്ന് പറയപ്പെടുന്നത്. എന്താണ് നമ്മളുടെ വൈറ്റമിൻ എ, അതുപോലെ വൈറ്റമിൻ ഡി എന്താണ്, വൈറ്റമിൻ ഇ എന്താണ്, വൈറ്റമിൻ കെ എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. ഇത് രണ്ടുമാണ് നമ്മളുടെ വൈറ്റമിൻസിൽ വരുന്ന 2 ഡിവിഷൻസ് എന്ന് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ്. അതുപോലെ എന്താണ് ഒന്ന് നമ്മളുടെ ഏതാണ് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ്. ഓക്കെ, ഫാറ്റ് സോലുബിളിൽ വരുന്നതാണ് നമ്മളുടെ എയും ഡിയും ഇയും കെയും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ വെള്ളത്തിൽ ലയിക്കുന്ന നമ്മളുടെ വൈറ്റമിൻ ആണെന്ന് പറയുന്നത് ബിയും സിയും എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ഈ നെക്സ്റ്റ് നോക്കാം. ഇതാണ് നമ്മളുടെ വൈറ്റമിൻസിന്റെ അല്ലെ ജീവകങ്ങളും രാസനാമങ്ങളും അല്ലെ, കെമിക്കൽ നെയിംസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ജീവകം എ അല്ലെ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, റെറ്റിനോൾ അല്ലെ. നമ്മൾക്കറിയാം നമ്മളുടെ എന്താണ് റെറ്റിനോൾ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. മെയിൻ ആയിട്ട് പറയാൻ റെറ്റിനോളിന്റെ മെയിൻ ആയിട്ട് കാര്യം പറയുകയാണെങ്കിൽ എന്താണ് കണ്ണിന് അല്ലെ, കണ്ണിന് കാഴ്ച കുറവ് അല്ലെങ്കിൽ കണ്ണിന്റെ ആവശ്യത്തിനുള്ള ഇത് കുറയുന്നത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലമാണ് കണ്ണിന് വരുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്, നിശാന്തത അല്ലെ, അതുപോലെ എന്താണ് സെറോഫാൽതലാമിയ, നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഇതൊക്കെ എന്താണ് കണ്ണിന് ബാധിക്കുന്ന രോഗങ്ങളാണ്. ഇതൊക്കെ എന്തിന്റെ ഡെഫിഷ്യൻസി മൂലമാണെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മളുടെ ഈ പറയുന്ന കണ്ണിനെയാണ്. ഓക്കെ, അതുപോലെ വൈറ്റമിൻ ഏതാണ് B1, അത് നമുക്ക് ബി കോംപ്ലക്സിൽ തന്നെ, അതായത് ഇപ്പൊ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ABCDEK അല്ലെ, ഇത്രയാണെന്നുണ്ടെങ്കിലും ബിക്ക് എന്താണ് പല പല കോംപ്ലക്സുകൾ ഉണ്ട്. വൈറ്റമിൻ B1, വൈറ്റമിൻ B2, വൈറ്റമിൻ B3, വൈറ്റമിൻ B5, വൈറ്റമിൻ ബി നമ്മളുടെ 6, 7, അതുപോലെ 9, 12, അങ്ങനെ നമുക്ക് ഇത്രയും 8 കോംപ്ലക്സുകൾ നമുക്ക് വരുന്നുണ്ട്. വൈറ്റമിൻ B1 എന്ന് പറയുന്നത് എന്താണ്, തയാമിൻ ആണ് നമ്മളുടെ വൈറ്റമിൻ B1 എന്ന് പറയുന്ന രാസനാമം എന്ന് പറയുന്നത്. അതിൽ B2 എന്ന് പറയുന്നത് എന്താണ് റൈബോഫ്ലേവിൻ. ഓക്കെ, റൈബോഫ്ലേവിൻ ആണ് വൈറ്റമിൻ B2ന്റെ നമുക്ക് വരുന്നത്. ഇനി B3 എന്താണ് നിയാസിൻ ആണ്, അതൊരു നിക്കോട്ടിക് ആസിഡ് എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് B3 എന്ന് പറയുന്നത് നിയാസിൻ, ഏതിനൊന്നും ചെയ്യാം. പിന്നെന്താണ് B5 എന്ന് പറയുന്നത് പാന്തനോയിക് ആസിഡ്. ഓക്കെ, അത് ഓർത്തിരിക്കാം കേട്ടോ. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതിനെ രാസനാമം ചോദിക്കാറുണ്ട്. വൈറ്റമിൻ സിയുടെ ഏതാന്ന് ചോദിക്കും, എന്താണ് ആസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ ഇ ഏതാന്ന് ചോദിക്കും, അതുപോലെ വൈറ്റമിൻ ഡി ഏതാണെന്ന് ചോദിക്കും. അതിപ്പോ ഇങ്ങനെ ചോദിക്കാം, എന്താണ് സൺലൈറ്റിലൂടെ നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ ഏതാണ് അല്ലെ, അല്ലെങ്കിൽ സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നത് ഏതാന്ന് ചോദിച്ചെന്താണ് വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, നമുക്ക് ഓരോന്ന് എങ്ങനെയാണെന്നുള്ളത് നോക്കിപ്പോകാം. അതുപോലെ നമ്മുടെ വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് ആണ്. അതിനെപ്പോഴും ചോദിക്കുന്ന എക്സാമ്പിൾ ആണ് നമ്മളുടെ സ്കർവി എന്ന് പറയുന്ന അസുഖം ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് വരുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അതെന്താണ് വൈറ്റമിൻ സി ആണ് കേട്ടോ. അതുപോലെ വൈറ്റമിൻ ഡിയിൽ വരുന്ന ഒരു അസുഖമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ വൈറ്റമിൻ ഇ എന്താണ് ടോക്കോഫെറോൾ ആണ് നമ്മുടെ വൈറ്റമിൻ ഇ. അതുപോലെ വൈറ്റമിൻ കെ
ഫിലിക്കോക്യോനോയിൻ അല്ലെ, ഫിലിക്കോക്യോനോയിൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ ജീവകം കെ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. കെ ഒന്നും ചോദിക്കാറില്ല. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വൈറ്റമിൻ ഡിയും ചോദിക്കാറുണ്ട്, പിന്നെ നമ്മുടെ സി ചോദിക്കാറുണ്ട്, ആസ്കോർബിക് ആസിഡ്, അതാണ് എപ്പോഴും റിപ്പീറ്റ് ചോദിക്കുന്നത്. പിന്നെന്താണ് നമ്മൾ ചോദിക്കുന്നത്, എയും ചോദിക്കാറുണ്ട്, അതുപോലെ വൈറ്റമിൻ B1 തയാമിൻ അതും ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നതാണ് വൈറ്റമിൻ എ ആണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാവുന്നതാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഏതാണ് നമുക്ക് വരുന്നത്, റെറ്റിനോൾ ആണ് നമ്മളുടെ വൈറ്റമിൻ എ എന്ന് പറയുന്നത്. റെറ്റിനോൾ അല്ലെ, റെറ്റിനോൾ ആണ് നമ്മളുടെ വൈറ്റമിൻ എ എന്ന് അറിയപ്പെടുന്നത്. ഇത് കൂടുതലും കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചെന്താണ്, നമ്മളുടെ പാല്, മിൽക്ക് പ്രോഡക്ട്സിൽ കാണപ്പെടുന്നു, അതുപോലെ വെജിറ്റബിൾസിൽ അല്ലെ, മിൽക്കില്, അതുപോലെ എന്താണ് നമ്മളുടെ വെജിറ്റബിൾസിലാണ് കൂടുതലും കാണപ്പെടുന്നത്. ഇതുപോലെ തന്നെ നമ്മളുടെ കുഞ്ഞിക്കുട്ടികൾക്ക് അല്ലെ, കുത്തിവയ്പ്പിന്റെ സമയത്ത് നമുക്ക് കൊടുക്കുന്ന വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. കാരണം എന്താണ്, പ്രതിരോധത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, മിൽക്കിലും അതുപോലെ വെജിറ്റബിൾസിലും കാണപ്പെടുന്നു. ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെ, ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കുഞ്ഞിക്കുട്ടികൾക്ക് അല്ലെ, നവജാത ശിശുക്കൾക്ക് കുത്തിവയ്പ്പ് കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്, നമ്മളുടെ കരളിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ അല്ലെ, കരളിൽ അടങ്ങിയിരിക്കുന്ന, ലിവറിൽ എന്താണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ലിവറിൽ നമുക്ക് അടങ്ങിയിരിക്കുന്ന ഒരു ജീവകമാണ് എന്ന് പറയുന്നത് നമ്മളുടെ വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിന്റെ ഡെഫിഷ്യൻസി മൂലം വരുന്നത് എന്താണെന്ന് ചോദിച്ചെന്താണ്, ഡെഫിഷ്യൻസി നമുക്ക് വരുന്നതാണ് കണ്ണിനൊക്കെ കാഴ്ചക്കുറവ്, അല്ലെങ്കിൽ എന്താണ് ഒരു നൈറ്റ് ബ്ലൈൻഡ്നെസ്, സെറോഫത്തലാമിയ, നിശാന്തത എന്താണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന പോലെ എന്താണ് വർണ്ണാന്തത അല്ലെ, ഈ പറയുന്നതൊക്കെ എന്താണ് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ആണ്. അതെപ്പോഴും ചോദിക്കാറുണ്ട്, എന്താണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതുപോലെ എന്താണ് സെറോഫാൽതലാമിയ. ഓക്കെ, ഇത് രണ്ടുമാണ് എപ്പോഴും ചോദിക്കാറുള്ളത്, സെറോഫാൽതലാമിയ ആൻഡ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇത് രണ്ടും ഏത് വൈറ്റമിന്റെ കുറവ് മൂലമാണ് നമുക്ക് വരുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അതെന്താണ്, വൈറ്റമിൻ എ ആണ്. ഓക്കെ, വൈറ്റമിൻ എ ആണ്. അതിന്റെ ഇത് കെമിക്കൽ നെയിം എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ റെറ്റിനോൾ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അടുത്തതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വൈറ്റമിൻ ബി അല്ലെ. വൈറ്റമിൻ ബി ഉണ്ട്. ബി നമുക്ക് കൂടുതലും കാണപ്പെടുന്ന ഏതൊക്കെ ഐറ്റംസ് ആണെന്ന് നോക്കിയേ. ഈ പറയുന്ന നമ്മളുടെ മീറ്റ്, ഇതെല്ലാം നിന്ന് നമുക്ക് എന്താണ് വൈറ്റമിൻ ബി നമുക്ക് ലഭിക്കും അല്ലെ. വായ്പുണ്ണ് എന്ന് പറയുന്ന അസുഖം നമ്മൾ കേട്ടിട്ടില്ലേ, വായ്പുണ്ണ് വന്നു എന്നുള്ളത്. അതെന്താണ്, എന്തിനും ഡെഫിഷ്യൻസി മൂലമാണ് ചോദിച്ചെന്താണ്, അത് നമ്മളുടെ വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി മൂലമാണ് അത് നമുക്ക് വരുന്നത്. ഇനി നമ്മൾ ഓരോ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ കെമിക്കൽ നെയിം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വൈറ്റമിൻ B1 അല്ലെ, തയാമിൻ അല്ലെ, തവിടിൽ കാണപ്പെടുന്ന ഒരു ജീവകമാണ് എന്ന് പറയുന്നത് നമ്മളുടെ B1, വൈറ്റമിൻ B1 തയാമിൻ എന്ന് പറയുന്നത്. ഇനി B2 എന്ന് പറയുന്നത് എന്താണ്, റൈബോഫ്ലേവിൻ. എന്താണ്, റൈബോഫ്ലേവിൻ എന്നാണ് നമ്മളുടെ B2 വൈറ്റമിൻ നമ്മൾ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ B3 എന്ന് പറയുന്നതാണ് നിയാസിൻ, അല്ലെങ്കിൽ എന്താണ് നിക്കോട്ടിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ വൈറ്റമിൻ B1 ഉണ്ട്, B2, B3, അതുപോലെ എന്താണ് വൈറ്റമിൻ B5 പാന്റനോയിക് ആസിഡ്. ഓക്കെ, അതാണ് നമ്മളുടെ വൈറ്റമിൻ B5 എന്ന് അറിയപ്പെടുന്നത്. സോറി. ഇനി വൈറ്റമിൻ B6 എന്ന് പറയുന്നതാണ് പെരിഡോക്സിൻ ആണ് വൈറ്റമിൻ B6 എന്ന് അറിയപ്പെടുന്നത്. ഇതിനെ എപ്പോഴും ചോദിക്കുന്നത് ഇതിന്റെ കെമിക്കൽ നെയിം ആണ്. ഈ ബി വൈറ്റമിന്റെ എപ്പോഴും ചോദിക്കുന്നത് ഏതാണ് നമുക്ക് വരുന്നത്, ഏതാണ് അതിന്റെ കെമിക്കൽ നെയിം. ഇപ്പൊ B6ന്റെ ഏതാണ്, അല്ലെങ്കിൽ B5ന്റെ ഏതാണ്, പാന്തനോയിക് ആസിഡ്. അത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ, ഏതാണ് നമുക്ക് വരുന്നതെന്ന് ചോദിക്കും. ഇനി B7 ഏതാണെന്ന് ചോദിക്കും, ഏതാണ് ബയോട്ടിൻ ആണ് അതിന്റെ കെമിക്കൽ നെയിം വരുന്നത്. ഇനി
വൈറ്റമിൻ B9 എന്താണ്? ഫോളിക് ആസിഡ് ആണ് നമ്മളുടെ വൈറ്റമിൻ B9 വരുന്നത്. അതുപോലെ B12 എന്താണ്? സൈനോകൊബാലമൈൻ. എന്താണ്? സൈനോകൊബാലമൈൻ ആണ് നമ്മളുടെ B12 എന്ന് പറയുന്ന കോംപ്ലക്സ്. അപ്പൊ നമ്മളുടെ വൈറ്റമിൻ ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ B1, B2, B3, B5, പിന്നെ എന്താണ്? B6, B7, B9, അതുപോലെ B12. അങ്ങനെ 8 കോംപ്ലക്സുകളാണ് നമ്മളുടെ വൈറ്റമിൻ ബിയിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി ഇതിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പെല്ലഗ്ര എന്ന് പറയുന്ന അസുഖം ഏതിന് ഡെഫിഷ്യൻസി മൂലമാണ് നമുക്ക് വരുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതെന്താണ്? പെല്ലഗ്ര അല്ലെ? പെല്ലഗ്ര എന്ന് പറയുന്നത് വൈറ്റമിൻ B3 ഡെഫിഷ്യൻസി മൂലം വരുന്ന ഒരു അസുഖമാണ് പെല്ലഗ്ര. ഓക്കെ, പെല്ലഗ്ര എന്ന് പറയുന്ന അസുഖം നമുക്ക് എന്താണ്? നമ്മളുടെ വൈറ്റമിൻ B3 ഡെഫിഷ്യൻസി മൂലം നമുക്ക് വരുന്ന അസുഖമാണ്. അത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അത് തവിടിൽ കാണപ്പെടുന്ന നമ്മളുടെ വൈറ്റമിൻ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അതാണ് വൈറ്റമിൻ B1 ആണ് നമുക്ക് വരുന്നത്. അതുപോലെ എന്താണ്? അതാണ് കൂടുതൽ നമുക്ക് എന്താണ് ഈ പറയുന്ന എന്താണ് തവിടിൽ കാണപ്പെടുന്ന വൈറ്റമിൻ B1 ആണ്. അതിൽ B3 പെല്ലഗ്ര എന്ന് പറയുന്ന അസുഖത്തിന്റെ ഡെഫിഷ്യൻസി മൂലം. ഏത് വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലമാണ് പെല്ലഗ്ര എന്ന അസുഖം വരുന്നതെന്ന് ചോദിക്കും. അതെന്താണ്? നമ്മളുടെ വൈറ്റമിൻ B3 ആണ്. അതാണ് നിയാസിൻ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അത് എപ്പോഴും ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഒന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ചോദിക്കാറുണ്ട്. പെല്ലഗ്ര ഏത് ജീവകത്തിന്റെ കുറവ് മൂലം വരുന്ന അസുഖമാണെന്ന് ചോദിക്കാറുണ്ട്. അത് വൈറ്റമിൻ B3, നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിക് ആസിഡ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മളുടെ വൈറ്റമിൻ B9 നമ്മളുടെ എന്താണ് രക്തകോശങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഏതാണ്? നമ്മളുടെ വൈറ്റമിൻ B9 ആണ് കേട്ടോ. വൈറ്റമിൻ B9 ഫോളിക് ആസിഡ് ആണ് എന്ത് ചെയ്യുന്നത്? ടു മേക്ക് ദി ബ്ലഡ് സെൽസ്. ഓക്കെ, എന്താണ് നമ്മളുടെ ഈ പറയുന്ന രക്തകോശങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി. നമുക്കറിയുന്ന കാര്യമാണ്, നമുക്ക് എത്ര തരത്തിലുള്ള രക്തകോശങ്ങളുണ്ട്? 3 തരത്തിലുണ്ട്. ഇത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. രക്തം എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. ബ്ലഡ് ഫോം ചെയ്യുന്നത് ബ്ലഡ് സെൽസും അതുപോലെ പ്ലാസ്മയും ഉപയോഗിച്ചിട്ടാണ്. ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് 3 രീതിയിലുണ്ട്. ഒന്ന് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന 3ഉം അതായത് ബ്ലഡ് കോശങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നത്? വൈറ്റമിൻ B9 എന്ന് പറയുന്നത് ഫോളിക് ആസിഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് വൈറ്റമിൻ ബിയുടെ കാര്യം ഓക്കെ ആണല്ലോ. വൈറ്റമിൻ ബി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് 8 കോംപ്ലക്സുകളാണ് നമുക്ക് അതിൽ തന്നെ നമുക്ക് വരുന്നത്. ഏതൊക്കെയാണ്? B1, B2, B3 അല്ലെ? B5, B6, B7, അതുപോലെ B9, B12. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. അതിൽ ഏതാണ് പെല്ലഗ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ B3 ആണ് നമ്മളുടെ വരുന്നത്. നിയാസിൻ നിക്കോട്ടിക് ആസിഡ് നമുക്ക് വരുന്നത്. B9 ആണ് നമ്മുടെ ബ്ലഡ് സെൽസ് ഫോം ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ B9 ആണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അതുപോലെ ഈ B എന്ന് പറയുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലമാണ് നമുക്ക് എന്ത് വരുന്നത്? വായ്പുണ്ണ് എന്ന് പറയുന്ന അസുഖം വരുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. വൈറ്റമിൻ സി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഇതാണ് വൈറ്റമിൻ സി. എന്താണ് നമ്മുടെ വൈറ്റമിൻ സി എന്ന് പറയുന്നത്?
ആസ്കോർബിക് ആസിഡ്. ഇത് ചോദിക്കാറുണ്ട്, മിക്ക എക്സാമിനും ചോദിക്കാറുണ്ട് കേട്ടോ. വൈറ്റമിൻ സിയുടെ കെമിക്കൽ നെയിം എന്താന്ന് ചോദിക്കും. അതെന്താണ്? ആസ്കോർബിക് ആസിഡ്. ആസ്കോർബിക് ആസിഡ് ആണ് നമ്മളുടെ വൈറ്റമിൻ സി എന്ന് അറിയപ്പെടുന്നത്. വൈറ്റമിൻ സി. ഇനി ഇതിന് ഡെഫിഷ്യൻസി, വൈറ്റമിൻ സി എന്ന് പറയുന്ന ജീവകത്തിന്റെ അല്ലെ, സി എന്ന് പറയുന്ന ജീവകത്തിന്റെ ഡെഫിഷ്യൻസി കുറവ് മൂലം നമുക്ക് വരുന്ന അസുഖമാണെന്ന് പറയുന്നത് സ്കർവി. സ്കർവി എന്ന് പറയുന്നത്. സ്കർവി ഏത് മൂലകത്തിന്റെ കുറവ് മൂലം വരുന്ന അസുഖമാണെന്ന് ചോദിച്ചെന്താണ്? വൈറ്റമിൻ സി ആണ് ഉത്തരം വരുന്നത്. അതാണ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, PSC എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വൈറ്റമിൻ സി. സ്കർവി ആണ് നമുക്ക് അതിന്റെ ഡെഫിഷ്യൻസി മൂലം വരുന്ന അസുഖം. ഓക്കെ, ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് വൈറ്റമിൻ ഡി അല്ലെ. എന്താണ്? കാൽസിഫെറോൾ. കാൽസിഫെറോൾ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇതിന്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് സൺലൈറ്റ് അല്ലെ, നമ്മളുടെ ഈ പറയുന്ന സൺലൈറ്റിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു വൈറ്റമിൻ ആണ് കാൽസിഫെറോൾ. കാൽസിഫെറോൾ എന്ന് പറയുന്ന വൈറ്റമിൻ അതുപോലെ സണ്ണിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഈ പറയുന്ന സണ്ണിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് നമ്മളുടെ എന്ന് പറയുന്നത് നമ്മളുടെ വൈറ്റമിൻ ഡി എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ഈ ഡെഫിഷ്യൻസി മൂലം, അതായത് ജീവകം ഡിയുടെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് വരുന്ന അസുഖം കൂടിയാണെന്ന് പറയുന്നത് റിക്കറ്റ്സ്. റിക്കറ്റ്സ് ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. കണരോഗം ഏതാന്ന് ചോദിക്കാറുണ്ട്. സിയും അതുപോലെ ഡി ആണ് എപ്പോഴും ചോദിക്കാറുള്ളത് കേട്ടോ. എന്താണ്? റിക്കറ്റ്സ്. റിക്കറ്റ്സ് എന്ന് പറയുന്നത് കണരോഗം അല്ലേ. അപ്പോൾ അത് വരുന്നത് ഏത് വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലമാണ് എന്ന് ചോദിച്ചെന്താണ്? അത് നമ്മളുടെ വൈറ്റമിൻ ഡി ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലമാണ് നമുക്ക് എന്ത് വരുന്നത്? റിക്കറ്റ്സ് അല്ലെങ്കിൽ കണരോഗം നമുക്ക് വരുന്നത്. ഇത് നമുക്ക് ലഭിക്കുന്നത്, അത് വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ആ ഒരു ജീവകം നമുക്ക് ലഭിക്കുന്നത് എവിടെയാണ്? നമുക്ക് സൺലൈറ്റിലൂടെയാണ്. വെയിൽ കൊള്ളുമ്പോഴാണ് നമുക്ക് ആ ഒരു ജീവകം ലഭിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് വൈറ്റമിൻ ഇ അല്ലെ. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ടോക്കോഫെറോൾ, പിന്നെ കാൽസിഫെറോൾ, പിന്നെ വൈറ്റമിൻ ഇ ആണെന്ന് പറയുന്നത് ടോക്കോഫെറോൾ എന്ന് പറയുന്നത്. വൈറ്റമിൻ ഇ ഉണ്ടോ? ഏതൊക്കെയാണ് നമ്മളുടെ മെയിൻ ആയിട്ട് വരുമ്പോൾ നമ്മളുടെ നട്ട്സ് അല്ലെ. നമ്മൾ അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ബ്യൂട്ടി ഹോർമോൺ അല്ലെ, ബ്യൂട്ടി വൈറ്റമിൻ അല്ലെ. ബ്യൂട്ടി വൈറ്റമിൻ ഏതാണെന്ന് ചോദിക്കാം. അതെന്താണ്? നമുക്ക് കൂടുതൽ ഭംഗി നമുക്ക് തരുന്ന ഒരു വൈറ്റമിൻ ആണ് നമ്മളുടെ എന്ന് പറയുന്നത് ഇ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിന് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഫംഗ്ഷനും കൂടിയാണ് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റെറിലിറ്റി, അതായത് നമ്മളുടെ വന്ധ്യത. ചിലർക്ക് വന്ധ്യത ഉണ്ടാവും അല്ലെ, റീപ്രൊഡക്ഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത് ഏത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ചോദിക്കുമ്പോൾ അതെന്താണ്? വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി മൂലമാണ് നമുക്ക് സ്റ്റെറിലിറ്റി അല്ലെ, നമ്മളുടെ വന്ധ്യത നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ടോക്കോഫെറോൾ അല്ലെ, നമുക്കത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് എന്താണ്? നല്ല രീതിയിലുള്ള റീപ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് എന്താണ് സെക്സ് വൈറ്റമിൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ട് അല്ലെ. സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്താണ് നമ്മൾ വിളിക്കുന്നത്? അത് വന്ധ്യത ഇല്ലാതാക്കുന്ന ഒരു വൈറ്റമിൻ ആണെന്ന് പറയുന്നത് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ വൈറ്റമിൻ ഇയുടെ എന്താണ്? ഇത് നമ്മളുടെ കെമിക്കൽ നെയിം ആണ് എന്താണ്? ടോക്കോഫെറോൾ അല്ലെ. ടോക്കോഫെറോൾ എന്നാണ് നമ്മൾ ഇതുവരെ. അതുപോലെ ഇതിനെ വിളിക്കുന്ന പേരാണ് ആന്റി സ്റ്റെറിലിറ്റി
വൈറ്റമിൻ ഏതാന്ന് ചോദിക്കും അല്ലേ. ആന്റി സ്റ്റെറിലിറ്റി, ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ. ഓക്കെ, എന്താണ് വന്ധ്യത, വന്ധ്യത ഇല്ലാതാക്കാൻ വേണ്ടി. അതുപോലെ ബ്യൂട്ടി വൈറ്റമിൻ ഏതാന്ന് ചോദിക്കും. നമുക്ക് ഭംഗിയൊക്കെ നൽകുന്ന ആരാണ്? വൈറ്റമിൻ ഇ ആണ് നമുക്ക് ഭംഗിയൊക്കെ തരുന്നത്. നമ്മൾ കണ്ടിട്ടില്ല ചില കടകളിൽ നമ്മളിപ്പോ ഈ പറയുന്ന പോലെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്യൂട്ടി പ്രോഡക്ട്സിലൊക്കെ അതിലൊക്കെ എന്താണ് ഇതിന്റെ വൈറ്റമിൻ ഇയുടെ കണ്ടന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ ഭംഗി തരുന്ന വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചതാണ് വൈറ്റമിൻ ഇ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ ആണെന്ത്, നമ്മളുടെ ഹൃദയത്തിനെ സംരക്ഷിക്കുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് എന്ന് പറയുന്നത് നമ്മളുടെ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. പ്രൊട്ടക്ട് ഹാർട്ട് അല്ലേ, നമ്മളുടെ നമുക്കറിയാവുന്ന കാര്യമാണ് ഹാർട്ട്. ഓൾറെഡി നമ്മൾ പഠിച്ച ചാപ്റ്റർ ആണ് ഹാർട്ടിനെ കുറിച്ചിട്ടുള്ളത്. എന്താണ് നമ്മളുടെ ശരീരത്തിൽ യാതൊരു വിധേന ഒരു വിശ്രമവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് നമ്മളുടെ എന്ന് പറയുന്നത് നമ്മളുടെ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ കൂടി ആര് കൊടുക്കുന്നുണ്ട്? വൈറ്റമിൻ ഇ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എന്തൊക്കെയാണ്? വൈറ്റമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ്. ബിക്ക് തന്നെ നമുക്ക് എന്താണ് 8 കോംപ്ലക്സുകൾ വരുന്നുണ്ട് അല്ലേ. B1, B2, B3, B5, B6, B7, B9, B12. അത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇനി എന്താണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്? ആസ്കോർബിക് ആസിഡ് ആണ്. അതുമൂലം നമുക്ക് വരുന്ന ഒരു അസുഖമാണെന്ന് പറയുന്നത് സ്കർവി എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി വരുന്നുണ്ട്. വൈറ്റമിൻ ഡി എന്താണ്? കാൽസിഫെറോൾ ആണ്. അതിന് നമുക്ക് വരുന്ന അസുഖമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് എന്താണ്? ടോക്കോഫിറോൾ. ടോക്കോഫിറോൾ ആണ്. അതുപോലെ ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് ബ്യൂട്ടി നമ്മളുടെ എന്താണ് വൈറ്റമിൻ നമ്മൾ പറയപ്പെടുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതുപോലെ നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചെങ്കിൽ എന്താണ്? അത് നമ്മളുടെ വൈറ്റമിൻ ഇ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഒരാളെ കൂടി നമുക്ക് പരിചയപ്പെടേണ്ട ആരാണ്? വൈറ്റമിൻ കെ എന്ന് പറയുന്നത് അല്ലേ. എന്താണ് അതിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഫംഗ്ഷൻ? എന്താണ്? ബ്ലഡ് ക്ലോട്ടിങ് അല്ലേ. നമ്മൾക്ക് ചോര കട്ട പിടിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്കറിയാലോ, നമുക്ക് ഈ പറയുന്ന പോലെ എവിടെയെങ്കിലും മുറിവോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മെയിൻ ആയിട്ട് എന്താണ് ബ്ലീഡിങ് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഈ അങ്ങനെ ബ്ലീഡിംഗ് ഒക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുറിവ് എന്തെങ്കിലും ബ്ലഡ് ക്ലോട്ടിങ് അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് എന്താണ് ഈ പറയുന്ന പോലെ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ക്ലോട്ട് ചെയ്യാൻ അല്ലെ രക്തം കട്ട പിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണെന്ന് പറയുന്നത് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ എന്നാൽ വൈറ്റമിൻ എ നമ്മൾ പഠിച്ചു, റെറ്റിനോൾ. അതുപോലെ വൈറ്റമിൻ B1 തുടങ്ങി പഠിച്ചു. ഇനി വൈറ്റമിൻ സി ആസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ ഡി കാൽസിഫെറോൾ, വൈറ്റമിൻ ഇ എന്താണ്? ടോക്കോഫെറോൾ. ഇനി എന്താണ്? വൈറ്റമിൻ കെ, അത് ജീവകം കെ എന്ന് പറയുന്നത് ഫിലിക്കോന്യൂനിൻ അല്ലെ. ഫിലിക്കോന്യൂനിൻ ആണ് എന്ന് പറയുന്നത് നമ്മളുടെ കെ എന്ന് അറിയപ്പെടുന്നത്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് നമ്മൾ മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ പഠിച്ചായിരുന്നു എന്താണ് നമ്മളുടെ ഈ പറയുന്ന ഓക്കെ എന്താണ് ഇത്? എന്താണ് മെയിൻ ആയിട്ട് ഇതിന്റെ കാരണം? അല്ലെങ്കിൽ നമ്മളുടെ രക്തം കട്ട പിടിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ് ചോദിച്ചത്? എന്താണ്? വൈറ്റമിൻ കെ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. വൈറ്റമിൻ കെ ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്തിന്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ കെ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമ്മൾ ജസ്റ്റ് നോക്കുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് നമ്മളുടെ മെയിൻ ആയിട്ട് വരുന്ന അസുഖങ്ങൾ അല്ലെ. ജീവകം എ ആണെങ്കിൽ എന്താണ്? നിശാന്തത, കെരാറ്റോമസാലിയ, എന്താണ് പിന്നെ സെറോഫൽതലാമിയ, ഇതെല്ലാം എന്താണ് കണ്ണിന് വരുന്ന അസുഖങ്ങളാണ്. എ എന്ന് പറയുന്ന വൈറ്റമിന്റെ ഡെഫിഷ്യൻസി മൂലം ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നതാണ് കണ്ണാണ്. കണ്ണിനെയാണ് എപ്പോഴും വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ബാധിക്കുന്നത് കേട്ടോ. കണ്ണിനാണ് അത് എപ്പോഴും ബാധകമായിട്ട് വരുന്നത്. ഇനി B1 ആണെങ്കിൽ എന്താ? സോറി പറയാൻ മറന്നുപോയി കേട്ടോ. എന്താണ് B1 ജീവകം വൈറ്റമിൻ B1ന്റെ ഡെഫിഷ്യൻസി മൂലം വരുന്നതാണ് ബെറിബറി എന്ന് പറയുന്ന അസുഖം. അതുപോലെ എന്താണ്
നമ്മളുടെ B3 ആണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. ഇത് എപ്പോഴും ചോദിക്കാറില്ല. ഈ ബെറിബെറി പെല്ലഗ്ര ഏതാണെന്ന് ഞാൻ അടയാളപ്പെടുത്തി കാണിച്ചു തരാം. ബെറിബെറി B1 ആണ്. അതുപോലെ നമ്മളുടെ കണ്ണിന് മെയിനായിട്ട് നിശാന്ത സെറഫെർത്തലാമിയ അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഇതെല്ലാം എന്താണ് വൈറ്റമിൻ A ആണ് നമുക്ക് വരുന്നത്. പെല്ലഗ്ര എപ്പോഴും ചോദിക്കാറുണ്ട്. വൈറ്റമിൻ B3 പെല്ലഗ്ര. ഓക്കെ, വൈറ്റമിൻ B3 പെല്ലഗ്ര. അതിന്റെ B3 ഡെഫിഷ്യൻസി മൂലം നമുക്ക് വരുന്ന അസുഖമാണെന്ന് പറയുന്നത് പെല്ലഗ്ര എന്ന് നമുക്ക് പറയുന്നത്. B6 അനീമിയ. അനീമിയ എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. എന്താണ് നമ്മളുടെ RBCയിൽ നമ്മളുടെ ഹീമോഗ്ലോബിനിൽ എന്താണ് അയൺ കണ്ടന്റ് ഉണ്ട്. അതിന്റെ കുറവ് മൂലം നമ്മൾ പറയില്ലേ നമ്മളുടെ കണ്ണൊക്കെ വരണ്ടിരിക്കുന്നു എന്ന് പറയും. അപ്പൊ എന്താണ് നമ്മളുടെ ഈ പറയുന്ന രക്തത്തിന്റെ കുറവാണ് ആ കാണിക്കുന്നത്. അതാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ന് പറയുന്നത് അനീമിയ എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ വൈറ്റമിൻ B6 അല്ലെ. B6 എന്ന് പറയുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലമാണ് നമുക്ക് വരുന്നത്. ഈ ബിയുടെ എല്ലാത്തിനും തന്നെ നമുക്ക് വരുന്ന ഒരു അസുഖം തന്നെ വായ്പുണ്ണാണെന്ന് ഓർത്തിച്ചിരിക്കുക കേട്ടോ. അതുപോലെ ചോദിക്കുന്നതാണ് വൈറ്റമിൻ C ചോദിക്കാറുണ്ട്. എന്താണ് സ്കർവി. സ്കർവി എന്ന് പറയുന്ന അസുഖം ഏത് വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലമാണെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മളുടെ ഈ പറയുന്ന വൈറ്റമിൻ C അസ്കോർബിക് ആസിഡിന്റെ ഇതാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ കണരോഗം റിക്കറ്റ്സ് അല്ലെ. റിക്കറ്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ സൺലൈറ്റ് ഇല്ലാതാകുമ്പോൾ നമുക്ക് ഡെഫിഷ്യൻസി വരുന്നതാണ് റിക്കറ്റ്സ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. വൈറ്റമിൻ E ആണ് വന്ധ്യത അല്ലെ. നമുക്ക് എന്താണ് ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നാണ് നമ്മൾ വൈറ്റമിൻ ഇനെ നമ്മൾ വിളിക്കുന്നത്. വന്ധ്യത ഇല്ലാതാക്കുന്ന നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ E എന്ന് അറിയുന്നത്. ഇനി എന്താണ് ജീവകം K അല്ലെങ്കിൽ വൈറ്റമിൻ K എന്താണ് രക്തസ്രാവം അല്ലെ. നമുക്ക് ഈ പറയുന്നത് എന്താണ് നമ്മളുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിനൊക്കെ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ വൈറ്റമിൻ K എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇത് എപ്പോഴും ചോദിക്കുക അതിന്റെ കെമിക്കൽ നെയിമും അതുപോലെ അതുമൂലം വരുന്ന അസുഖം ഏതെന്നാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്. നമ്മുടെ വൈറ്റമിൻസ് ചെറിയൊരു പോർഷൻ ആണ്, എല്ലാവർക്കും അറിയാം ചെറിയ പോർഷൻ ആണ്. പക്ഷെ എന്താണ് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഷുവർ ആണ്. അത് എന്തായാലും ഇത്രയും നാളത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് അനാലിസിസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വൈറ്റമിൻസിന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എന്താണ് ഏത് എക്സാമിനാണെങ്കിലും വരാറുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് ഈ പോരാട്ടം സീരീസ് 10th സീരീസ് ആയിരുന്നു ഇത്. അപ്പോൾ ഇതുവരെയും എല്ലാ വീഡിയോസും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് മിന്റ് PSCയുടെ പ്ലേലിസ്റ്റ് നമ്മളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ കയറി നിങ്ങൾ വാച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ അതുപോലെ നമ്മൾ റീസെന്റ് ആയിട്ട് കാറ്റിന്റെ അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. വരുന്ന 25-ാം തീയതിയാണ് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് ഡിഗ്രി ലെവലാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു. നെക്സ്റ്റ് മന്ത് ആണ് നമുക്ക് ലാസ്റ്റ് വരെ നമുക്കത് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ് ഹാഫോട് കൂടിയാന്ന് തോന്നുന്നു അത് നമുക്ക് ക്ലോസ് ആവും. അപ്പൊ അതിന് മുന്നേ എക്സാമിന് അപ്ലൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഡിഗ്രി ലെവൽ എക്സാം ആണ്, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. അപ്പൊ അതിലൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ മിന്റ് PSCയും എന്ത് ചെയ്യുന്നുണ്ട് കാറ്റിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം നമ്മളുടെ പ്ലേ സ്റ്റോറിൽ നമ്മുടെ മിന്റ് PSCയുടെ ആപ്പ് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ RH005 എന്ന കോഡ് യൂസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് കഴിഞ്ഞാൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്